വജ്രം പോലെ തിളങ്ങാനും ഉറക്കമില്ലാത്തവർക്ക് നന്നായി സുഖമായി ഉറങ്ങാനും കഴിയുന്നൊരാസനമാണിത്. ഹായ്, എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ പോവാം. അപ്പോൾ അതുവരെ ആരും കണ്ടിട്ടില്ലാത്തവർ പുതിയ പുതിയ വീഡിയോകൾ കാണാനും എല്ലാത്തിനായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വജ്രാസനമാണ്. വജ്രം എന്ന് തന്നെ കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ് വജ്രം എന്ന്. അപ്പോൾ വജ്രം പോലെ തിളങ്ങാനും വജ്രത്തിൻ്റെ ദൃഢമായ കരുത്ത് കിട്ടാനും കൂടിയിട്ടുള്ള ഒരു ആസനമാണ്. അതുകൊണ്ടാണ് ഈ വജ്രാസനം എന്ന് തന്നെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സുഖാസനത്തിലിരിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ കാല് നിവർത്തി വെച്ച് ഒരു കൈയുടെ മുകളിൽ മറ്റു കൈ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ വജ്രാസനം എന്ന് പറയുമ്പോൾ സിമ്പിളാണെന്ന് വിചാരിക്കണം കേട്ടോ. കാണുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സിമ്പിളായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. നമുക്ക് പറ്റുമെങ്കിൽ ഒരു കാല് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് പത്മാസനത്തിലിരിക്കാം. നമ്മളെപ്പോഴും ഒരു ഷീറ്റോ അല്ലെങ്കിൽ യോഗ മാറ്റോ വിരിച്ചിട്ടിരിക്കുക. എൻ്റെ മാറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് പഴകിയപ്പോൾ ഞാൻ കട്ടിയുള്ളൊരു ഷീറ്റ് വിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ് നല്ലത്. തണുപ്പത്ത് ചെയ്യരുത്. ഒരു മാറ്റോ കട്ടിയുള്ള ക്ലോത്തോ വിരിച്ചിട്ട് നമ്മൾ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പത്മാസനത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പത്മാസനത്തിലിരിക്കാം. അതല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, സുഖാസനം, അത് ചെയ്യാം. അതല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കാൻ പറ്റാത്തവർ ഒരു കാല് മാത്രം മുകളിലേക്ക് വെച്ചിട്ടിരിക്കാം, ഞാൻ നേരത്തെ ചെയ്തതുപോലെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചിമുദ്രയിൽ. ഇങ്ങനെ ഇരിക്കാം. നമ്മൾ ധ്യാനിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാം. ഇതുമല്ലെങ്കിൽ നമുക്ക് വജ്രാസനത്തിലിരിക്കാം. ഈ വജ്രാസനം എന്ന് പറയുന്നത് മെഡിറ്റേഷന് ഇരിക്കാനായിട്ട് വജ്രാസനത്തിലിരിക്കാം. അതല്ലെങ്കിൽ പ്രാണായാമം ചെയ്യാനും വജ്രാസനത്തിലിരിക്കാം. ഈ വജ്രാസനം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ആസനമാണ്. അതായത് അവർ സുഖമായിട്ട് എപ്പോഴും ഇരിക്കുക, അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ വജ്രാസനത്തിലിരിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് ദഹനത്തിന്, ഈ പ്രായമായവർക്കൊക്കെ ഏറ്റവും ഉള്ള ബുദ്ധിമുട്ടാണ് ദഹനം ഇല്ലാതെയാകുമ്പോൾ നമുക്ക് മോഷൻ കറക്റ്റ് ആവില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അതുമല്ല ഈ ടെൻഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ബെറ്റർ ഒരു ആസനമാണ്. അപ്പോൾ ഞാൻ ആദ്യം കാലുകൾ നിവർത്തി വെച്ചിട്ട് ഇരുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് റൈറ്റ് ലെഗ് എടുത്ത് ഇതേപോലെ മടക്കി ഒരു കൈ അപ്പുറത്തെ സൈഡിൽ ബാലൻസ് ചെയ്തിട്ട് ആ കാലിലിരിക്കുക. മടക്കി വെച്ച കാലിൽ ബട്ടൺസ് അമർത്തിയിരുന്നതിന് ശേഷം ലെഫ്റ്റ് ലെഗ് എടുത്ത് മടക്കി ഇതേപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഇരിക്കരുത്. ഉപ്പൂറ്റി രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് അതിൻ്റെ ഇടയിൽ വേണം നമ്മളിരിക്കാൻ. അപ്പോഴാണ് ഇരുത്തം കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈ ഇതുപോലെ വയ്ക്കാം, അതല്ലെങ്കിൽ മലർത്തി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നട്ടെല്ലും ശിരസ്സും സ്ട്രൈറ്റ് ആയിരിക്കണം. അപ്പോഴാണ് ഈ ആസനം ചെയ്യുന്നതിനുള്ള ഗുണം കിട്ടുള്ളൂ. നമ്മളുടെ പാദം മുതൽ തലച്ചോറ് വരെയുള്ള ഒരു നാഡിയുണ്ട്, വജ്രനാഡി. ഇനി നമ്മൾ ആദ്യം എടുക്കുന്നത് ലെഫ്റ്റ് ലെഗാണ് കേട്ടോ. ആദ്യം ലെഫ്റ്റ് ലെഗ് നിവർത്തി വെച്ച് ഒരു കൈ ബാലൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെഗും കൂടെ എടുത്ത് നിവർത്തി വെച്ച് സുഖാസനത്തിലിരിക്കാം. നമ്മൾ വജ്രാസനത്തിലിരിക്കുമ്പോൾ സ്പീഡിൽ ശ്വാസം എടുത്ത് കളയരുത്, സാവധാനം. അതായത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏകാഗ്രത കിട്ടുന്നത്. സ്ലോലി ശ്വാസം എടുത്ത് വിടണം. അപ്പോഴാണ് നമ്മളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുള്ളൂ. ഈ ആസനം കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. മനസ്സ് ഏകാഗ്രമാവും. അതായത് ദൃഢമായൊരു കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതായത് മനഃശക്തി കിട്ടും. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. രണ്ട് കാലിൻ്റെയും തള്ളവിരൽ കറക്റ്റ് കൂട്ടിമുട്ടി ഉപ്പൂറ്റി രണ്ട് സൈഡിലേക്ക് ആയിട്ട് സെൻറ്ററിലാണ് നമ്മൾ ബട്ടൺസ് അമർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാലൻസ് മുഴുവൻ, നമ്മളുടെ ബോഡിയുടെ ബാലൻസ് മുഴുവൻ ഈ കാലിൻ്റെ ജോയിൻ്റ് ആംഗിളിലാണ് വരിക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വേദന എടുക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളൊക്കെ സിമ്പിളായിട്ടിരിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആംഗിളിൽ നമുക്ക് വേണമെങ്കിൽ കട്ടിയുള്ള തുണി മടക്കിയിട്ട് അങ്ങാനും അവിടെ വയ്ക്കാം.
ചിലർക്ക് അവിടെ ഒരു എന്താ പറയുക എല്ലിൻ്റെയൊക്കെ ഒരു വീർമത, നമ്മളങ്ങനെ ഇരിക്കാത്തത് കൊണ്ട് വേദന വരും ഇങ്ങനെ തറയിലിങ്ങനെ മുട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് തുണി എന്തെങ്കിലും മടക്കിയിട്ട് അവിടെ കട്ടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ചമ്രം പടഞ്ഞിരിക്കാൻ പറ്റുന്നത് പോലെ ഇതുപോലെ എപ്പോഴും എനി ടൈം ഇരിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. നമ്മളുടെ വജ്രം പോലെ നമ്മൾ ബോഡി തിളങ്ങാനും അതേപോലെ ഉറക്കമില്ലാത്തവർക്ക് സുഖമായിട്ട് ഉറങ്ങാനും ഏറ്റവും നല്ലൊരു ആസനമാണ്. മനഃശക്തി, ഓർമ്മശക്തി, ഉറക്കക്കുറവ്, ദഹനം ഇല്ലാണ്ട് മോഷൻ പോവാതിരിക്കുക, ഇതൊക്കെ സുഖമായിട്ട് പോകും. അതായത് നമ്മൾ ചൈനയിലും ജപ്പാനിലൊക്കെ കണ്ടിട്ടില്ല, എല്ലാവരും ഭക്ഷണത്തിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവർ ഭക്ഷണം കഴിക്കുമ്പോഴേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിനി ഈ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ പരിപ്പ്, കടല, പയറൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാസ് പോകാനായിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ആസനം കൂടെ ചെയ്യാം. അതായത് കഴിച്ചുരുട്ടി പിടിച്ച് ഇതുപോലെ വയറിലേക്ക് പിടിക്കുക, അമർത്തി പിടിക്കുക. ശ്വാസം എടുത്തിരുന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വിട്ടുകൊണ്ട്, അപ്പോൾ വിടുമ്പോൾ നമ്മളുടെ വയറിലേക്ക് ഈ നമ്മളുടെ കൈ ചുരുട്ടി പിടിച്ചത് പ്രസ് ചെയ്യുക. എന്നിട്ട് തല താഴെ മുട്ടിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അത് സാവധാനം ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് വയറിലിങ്ങനെ അമർത്തി പിടിക്കുക കേട്ടോ. അമർത്തി പിടിച്ചിട്ട് ശ്വാസം വിടുമ്പോൾ വയറ് എങ്ങിപ്പോവും. ശ്വാസം വിട്ടുകൊണ്ട് തല തറയിൽ മുട്ടിക്കുക. അങ്ങനെ ഒരു 5 തവണ ചെയ്താൽ മതി. നമ്മളുടെ വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസ് കീഴ്ശ്വാസമായിട്ട് പോവും, അല്ലെങ്കിൽ ഏമ്പക്കം രൂപേണ പോവും. എങ്ങനെയാണെങ്കിലും നമ്മളുടെ വയറിലെ ഗ്യാസ് പാടെ നീക്കം ചെയ്യും കേട്ടോ. ഏറ്റവും ബെറ്റർ ആസനമാണിത് വയറിന്. അതായത് ഗ്യാസിനും ദഹനത്തിനും ഉറക്കത്തിനും ഏറ്റവും നല്ല ആസനമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് സിമ്പിളല്ലേ എന്ന് വിചാരിക്കേണ്ട. സിമ്പിൾ ആസനം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും മെയിൻ ഒരു നാഡിയുണ്ട്, വജ്രനാഡി. അതുകൊണ്ടാണ് ഈ വജ്രാസനം എന്ന് പറയുന്നത്. ആ നാഡിക്ക് നല്ല കരുത്ത് നൽകുന്ന ആസനമാണ്. അതുകൊണ്ടാണ് നമുക്ക് മനഃശക്തിയും ദൃഢശക്തിയും ഓർമ്മശക്തിയൊക്കെ കിട്ടുന്നത്. കാലിൻ്റെ പാദം മുതൽ തലച്ചോറ് വരെയുള്ള നാഡിയാണ്. സപ്തനാഡിയിൽ ഒരു നാഡിയാണ് ഈ വജ്രനാഡി. കുട്ടികൾ എത്ര ഈസി ആയിട്ട് ഇതുപോലെ ഇരിക്കുന്നു. അവർക്ക് സന്തോഷവും ഉത്സാഹവും ഒക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ഓജസ്സും തേജസ്സും സന്തോഷവും ഉത്സാഹത്തോടെ ഇരിക്കാൻ ഈ ആസനം കൊണ്ട് കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.